ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കുറെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു വ്ളോഗാണ്. ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇന്നൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഗസ്റ്റിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സുബിത എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല, സുബി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. എൻ്റെ ഒരു 8ാം ക്ലാസ് മുതലുള്ള ഒരു ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്. നിങ്ങള് എന്നെ അറിയണവർക്കറിയാം, ഇവളെന്റെ എപ്പോഴും എന്റെ ഒപ്പം ഉണ്ട്. ഇതുവരെയായിട്ടും ഫ്രണ്ട്ഷിപ്പ് ഒന്നും അങ്ങനെ കട്ടായിട്ട് പോയിട്ടില്ല. പരിചയപ്പെട്ടത് തൊട്ടിട്ട് എന്റെ ഒപ്പം കൂടെ ഉണ്ട്. അപ്പൊ ഇവരാണ് സുബി. സുബീനെ കുറെ കാലമായിട്ട് ഞാനൊരു വ്ളോഗ് ചെയ്യാൻ വായോ, എന്റെ ഒപ്പം വ്ളോഗ് ചെയ്യാൻ വായോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്, പക്ഷെ നടക്കാറില്ല. അപ്പൊ ഇന്നാണ് അത് നടക്കാൻ പറ്റിയത്. എനിക്ക് എന്താ പറയാ, ഇതിനൊക്കെ മിണ്ട് ഇന്നാണ് അതിനുള്ള അവസരം ഉണ്ടായത്. അപ്പൊ താങ്കൾ ഹാപ്പിയാണോ? ഞാനും ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗിന്റെ ഇൻട്രൊഡക്ഷൻ ആര് പറയുന്നതായിരിക്കും? ഞാൻ പറയാം. ഇന്ന് വ്ളോഗ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഹൗ വെൽ ഡു വി നോ ഈച്ച് അതർ എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ എത്രത്തോളം അറിയാം അത് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതില് നമ്മള് ജയിക്കാം, പരാജയപ്പെടാം, എല്ലാം നമ്മുടെ ആൻസർ പോലെ ഇരിക്കും, അല്ലെ സുബി? അപ്പൊ നമ്മള് 15 ക്വസ്റ്റ്യൻസ് ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ആ 15 ക്വസ്റ്റ്യൻസില് അവളിനെ കുറിച്ചിട്ടുള്ളതുണ്ട്, എന്നെ കുറിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ മിക്സ് ചെയ്തു. അപ്പൊ ആർക്കാണ് ആ ഒരു നമ്മൾ എഴുതിയ പേപ്പർ കിട്ടണത്, ആ ആള് വായിക്കണത് അവരാരെ കുറിച്ചിട്ട് പറയാം. അങ്ങനെയല്ലേ? പറഞ്ഞു മനസ്സിലായോ? എനിക്ക് മനസ്സിലായി കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായോന്ന് എനിക്കറിയില്ല. അപ്പൊ മനസ്സിലായില്ലേ? ആ ഒരു പേപ്പർ വായിക്കുന്നത് ഇപ്പൊ ഞാനാണ് വെച്ചെങ്കിൽ എന്നെ കുറിച്ചുള്ളത് അവളും എഴുതണം, ഞാൻ എഴുതണം. അങ്ങനെ അപ്പൊ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് നമ്മുടെ ആൻസർ ഒരേപോലെ പറയാച്ചെങ്കിൽ നമുക്കൊരു ഗോൾഡ് മെഡൽ കൊടുക്കാം നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇതില്. ഈ 10 ആച്ചെങ്കിൽ നമുക്കൊരു വെള്ളി, 5 ആച്ചെങ്കിൽ നമുക്കൊരു വെങ്കലം. ഇതിൽ 5 ഇല്ലാച്ചെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് നമ്മൾ കണക്ക് എന്റെ ഈശ്വരൻ എനിക്കൊന്നും പറയാൻ പറ്റാത്തത്. എക്സൈറ്റ്മെന്റ് ഇതില് വയലിൽ മൊത്തം വെള്ളി വീഴുന്നു ഗൈസ്. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ? സുബിക്ക് എന്തെങ്കിലും പറയാനുണ്ട്? ആദ്യം നമുക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയാണ്ടെങ്കിലും പറയാതാണ്. ഇതാണ് ഒരു സുവർണ അവസരം. ഞങ്ങള് 12 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ്. 8ാം ക്ലാസ് മുതല്, 8ാം ക്ലാസ് പറയുമ്പോ 7ാം ക്ലാസ് വെക്കേഷൻ മുതല് ടിൽ ദിസ് ഡേ വരെ. നാളെ അപ്പൊ 12 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ്. കുറെ തല്ലകൾ കൂടിയിട്ടുണ്ട്, എന്നാലും പോയിട്ടില്ല ഞാൻ. ഇല്ല. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ ഗൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മള് കേട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഇതിന് നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. നന്നായിട്ട് ഫസ്റ്റ് നീ എടുത്തോട്ടാ. Describe me in 3 words. Okay. ക്യാരക്ടർ ആണല്ലോ. ക്യാരക്ടർ ആയിട്ട് കിട്ടുക. ഓക്കെ. ഇത്രക്ക് ടൈം വേണോ? വേണ്ട. ഞാനോ? 3 പോയിന്റ്. കെയറിങ്, സെൻസിറ്റീവ് ആൻഡ് ലവ്ലി. ഒന്നുമില്ല. ഫണ്ണി, എനർജറ്റിക് ആൻഡ് ലൈഫ്. സെൻസിറ്റീവ്, ലവ്ലി. താങ്ക് യു. സംഭവം മാർക്കില്ല കേട്ടോ. Who takes longer to get ready? വെരി സിമ്പിൾ. ആലോചിക്കണം. നീ എന്ത് പറഞ്ഞു? ഞാൻ പറയട്ടാ. നീ ഞാൻ തന്നെ. അതിന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെന്ന് ചോദിച്ചിട്ട് നേരം വൈകണതല്ല, അങ്ങനെ ആയിപ്പോണതാണ്. കൊറേ ഇന്നലെ ഒക്കെ കൊറേ എന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒന്ന് എനിക്കിയോ, ഒന്ന് കുളിക്കോ, ഒന്ന് പുറത്തേക്ക് വാടി. എന്നിട്ട് ഞാന് റെഡി ആവുന്ന ചെയ്തില്ല, അവളെയും എന്റെ ഒപ്പം തന്നെ ഇരുത്തിയിട്ടാ. അങ്ങനെ
എനിക്കൊരു 1 point കിട്ടി. ഞാൻ കാരണം 1 point കിട്ടി. Who is more emotional? മോർ ഇമോഷണൽ അല്ലേ? അത് ആരാ അങ്ങനെ ഒരാളുടെ പേര് ഏതാണല്ലേ? അത് പിന്നെ അങ്ങനെയാണല്ലോ ഒരാളുടെ പേര് പറഞ്ഞില്ല. ഇമോഷണൽ ഞാൻ ഏതാണ്? നീ പറ. ഞാൻ തന്നെ. ഞാൻ തന്നെ. അതുകൊണ്ട് ഞാൻ അത് മാത്രല്ല ബോത്ത്ന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ഞാൻ ബോത്ത്ന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ കാണുമ്പോൾ അറിയില്ല, കാണില്ല. ഇവിടെ ബോത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, രണ്ടാളും പെട്ടെന്ന് ഇമോഷണൽ ആവും. അത് നമുക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ എഴുതി, അവളെ തന്നെ എഴുതി. പക്ഷെ അതല്ലാണ്ട് ഞാൻ ബോത്ത്ന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു പോയിന്റ് കൊടുക്കാം. ഓക്കെ. What is one thing I can't live without? ഇതിപ്പോ എനിക്കുള്ളതാണ് ഞാൻ ഇതല്ലേ. എനിക്ക് സംഭവം ഒരു സാധനല്ല. ഓക്കെ. ഇതിലാണെങ്കിൽ പറ്റും. പക്ഷെ ഞാനും ഇപ്പോഴത്തെ ശരിക്കും ഫോണിലാണ് പറ്റും. പക്ഷെ ഇപ്പോഴത്തെ എന്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഫോണിലാണ്. Who is more jealous? എനിക്കറിയാം. ഇത് ഞാൻ ആക്ച്വലി ഇത് 10ാം ക്ലാസ്സിലാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. എന്താണല്ലേ ഇത് ഞാൻ പറയണ്ട്. അവളിപ്പോ പറയുക, ഞാൻ പറയും അവൾ. ഞാനോ? സംഭവം 10ാം ക്ലാസ്സിൽ ആണോ നീ കൂട്ടണത്? അല്ല, മൊത്തത്തില് എഴുതിയിരിക്കണത്. അതെങ്ങനെ മൊത്തത്തില് ഞാൻ എഴുതിയിരിക്കണത്? ഞാൻ നിന്റെ പേര് എന്തുകൊണ്ട് എന്റെ പേര്? ഞാൻ എന്ത് കാര്യത്തിലാവില്ല സാധനങ്ങള് ഇങ്ങനെ വന്ന് പറയില്ലേ, നീ ഇങ്ങനെ ഐഡിയ അങ്ങനെ ഐഡിയ. അപ്പൊ എന്താണ് അതിവിടെ പറയാൻ പറ്റില്ല. സോറി, അത് പേഴ്സണൽ മാറ്റർ ആയതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. അവള് 10ാം ക്ലാസ്സിലേക്ക് പറയുന്നത് നീ വിശ്വസിക്കില്ല. അല്ല, അല്ലെങ്കിലും ഞാൻ ഇപ്പൊ ഒരു അടി ഉണ്ടാവും. ഞാൻ ആക്ച്വലി ഡിഗ്രി എറണാകുളത്താണ് പഠിച്ചത്. ആ ടൈമിൽ എനിക്ക് അവളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് അവരായിട്ട് ഞാൻ കൂട്ടുകൂടുന്ന ഈ പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല. ഏറ്റവും വലിയ ഉദാഹരണം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എനിക്ക് ഇവള് എന്റെ ഫ്രണ്ട് ആണെങ്കിലും ഞാൻ ഇവളെ കൂടെ അങ്ങനെ കൂട്ടുകൂടാറില്ല, നടക്കാറില്ല. ഞാൻ പൂജ പറഞ്ഞ കുട്ടിയുടെ കൂടെയാണ് എപ്പോഴും നടക്കാറ്. 8 എന്റെ ഒപ്പം നടന്നു, 9 വേറെ ഒപ്പം ആളുടെ ഒപ്പം നടന്നു. 10ല് പൂജ വന്നപ്പോ പൂജയുടെ ഒപ്പം. എന്താ പേരിന് ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സും ആണ്. അവന് കാരണം ഇവള് ചുമ്മാ അവിടെ ഇവിടെ ഇവൾക്ക് പിന്നെ കുറെ ചേട്ടന്മാരൊക്കെ എനിക്ക് അങ്ങനെ ആരും അറിയില്ല. ഇവിടെ എങ്ങനെയാ ഒറ്റയ്ക്ക് നടക്കും, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നടക്കും, ബാത്റൂമിൽ കൂടി ഒറ്റയ്ക്ക് നടക്കും. നമ്മുടെ ഗ്യാങ് ആയിട്ട് വരില്ല. എനിക്ക് പക്ഷെ അപ്പോട്ടാ ഇപ്പൊ ഇഷ്ടല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ ഒപ്പം നടക്കാൻ ഇഷ്ടമാണ്. അപ്പൊ പൂജ അല്ല കുട്ടി ഒന്നുണ്ടായില്ല. അപ്പൊ അവളുടെ കൂടെ നടക്കാൻ അവൾക്ക് ഇഷ്ടമല്ല. ഇവിടെ അപ്പൊ ഒന്നും പറഞ്ഞില്ല കേട്ടാ. അത് കഴിഞ്ഞ് എന്തോ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് എന്നോട് പറയണത്, എനിക്ക് അങ്ങനെ ഇഷ്ടണ്ടായില്ല നീ അവളുടെ കൂടെ നടക്കണതൊക്കെ. പൂജ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മള് കുന്നംകുളത്ത് കുറച്ച് ദിവസം മുന്നേ കൂടി കണ്ടോ. അത് അന്നത് അവൾക്ക് അറിയാറുന്നു. പിന്നെ പൂജ എന്താ പറയാ അതെന്താ മെയിൻ ആയിട്ട് ഞാൻ പറയണ്ട. അവള് ആന്ധ്രാപ്രദേശിലോ രാജസ്ഥാനിലാണ്ടൊക്കെ ആയിരുന്നു. അപ്പൊ മൂപ്പരാൾക്ക് തെലുങ്ക് അവൾക്ക് തെലുങ്ക് അറിയാം. തെലുങ്ക് പഠിക്കാൻ വേണ്ടിട്ട് കമ്പനി. അയ്യോ ഞാനും പോയിട്ടാ. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇവളുടെ സുബിയുടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞ ഈ ആൻസർ തെറ്റാണ്. ഞാൻ ഇവളോട് ഒരു ജലസ് കാണിച്ചില്ല. എന്നോട് ജലസ് കാണിക്കണതല്ല, അല്ലാണ്ട് ജലസ്. അപ്പൊ നമ്മളിങ്ങനെ പറയില്ല, ഡീ അവളുടെ ബോഡി നോക്കടി, അവളുടെ ഡ്രസ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ സോറി. അപ്പൊ അത് മാർക്ക് കൂട്ടണില്ല കേട്ടോ ഞാൻ. When did we first meet and what was your first impression? ഞാൻ എഴുതിയുണ്ട് ഒരു ചെറിയൊരു, അത് വിശദീകരിക്കും. ഫുള്ള് എഴുതിയിട്ട് എനിക്ക് ഞാൻ എഴുതിയുണ്ട്. ഞാൻ പറയണ്ട്. ഞാനല്ലേ പറയണ്ടേ? ഓക്കെ ശരി, നീ പറ. ഞാൻ പറയാം. നമ്മൾ ഫസ്റ്റ് കാണുന്നത് 7th വെക്കേഷനില് ഞാൻ ശ്രീകൃഷ്ണ സ്കൂളിലേക്ക് ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്പോർട്സിന് ജോയിൻ ചെയ്തിട്ട് തോന്നുന്നു.
അപ്പൊ ഇവള് രാവിലെ ശ്രീകൃഷ്ണ സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. അതും ഗ്രൗണ്ടിൽ വെച്ചിട്ടാ, ഒരു +2 ബ്ലോക്കിന്റെ അവിടെ നമ്മുടെ സ്റ്റേഡിയം ഉണ്ടല്ലോ, അവിടെ സ്റ്റെപ്പിന്റെ അവിടെ ഒക്കെ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവളുടെ അമ്മയുടെ ഒപ്പം വരുന്നുണ്ട്. സ്പോർട്സിനാണ് വരുന്നത്. എനിക്ക് ഇപ്പോഴും കളർ ഓർമ്മയുണ്ട്, ഒരു വയലറ്റ് ടീഷർട്ട്, ബ്ലാക്ക് പാന്റ്, ഹെയർ കിട്ടിയത് എങ്ങനെയാന്ന് ഓർമ്മയില്ല. ഒരാൾ ഓടാൻ വരുമ്പോ നോക്കുമ്പോഴാണ് കാലുമ്പ് സ്വർണ്ണപ്പാസ് സ്പോർട്സ് പ്രാക്ടീസിനൊക്കെ വരുമ്പോ ഒരാൾ സ്വർണ്ണപ്പാസ് കിട്ടി വരുന്നപ്പോ ഞാൻ കയ്യും കാലും ഒക്കെ സ്പോർട്സിന് വരുമ്പോ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല, ചെയ്യുന്നവരുണ്ടാവും, എനിക്കറിഞ്ഞൂടാ. ഒരാൾ ഇതൊക്കെ ഇട്ടിട്ട് വരുന്നു. പിന്നെ അമ്മേനായിട്ടാണ് വരുന്നത്. ഞാൻ ഫസ്റ്റ് അമ്മേനായിട്ടായിരുന്നു, പക്ഷെ ഞാൻ പിന്നെ 2 ദിവസം നിന്നോണ്ട് ഒരു സീനിയോറിറ്റി അങ്ങനെയല്ല. അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പൊ ഇവള് അമ്മയുടെ ഒപ്പം വരുന്നു. എന്നിട്ട് അമ്മ എന്നെ കമ്പനി ആയി തോന്നുന്നു. നമ്മള് മിണ്ടൊക്കെ ചെയ്തു. അപ്പോഴാണ് ഞാൻ ചോദിക്കണത്, അങ്ങനല്ല, അമ്മ വന്നപ്പോ നിന്നാണ് കണ്ടത്. അപ്പൊ എനിക്ക് അമ്മയ്ക്ക് ജോലിക്ക് പോണായിരുന്നു. അപ്പൊ അമ്മ നിന്റെ കയ്യിലാണ് എന്നെ ഏൽപ്പിച്ചു. ഇവിടെ നോക്കിക്കൊണ്ടായി. ഞാൻ ശ്രീകൃഷ്ണ പറയുമ്പോ നമുക്ക് ആ ടൈം വലിയൊരു സ്കൂള്, വഴി പോലും മര്യാദക്ക് മനസ്സിലാവില്ല സ്കൂളിന്റെ. അതുകൊണ്ട് ശീലായി. ഞാൻ എന്റെ അവിടെ പഠിച്ച കുഞ്ഞു സ്കൂളല്ലോ. പിന്നെ പെട്ടെന്ന് ഇതിനു വേണ്ടി വന്നപ്പോ എനിക്ക് കണ്ട ഞാൻ എന്റെ അനുസരണം പറയട്ടെ, എനിക്ക് ഭയങ്കര ഫിയറാണ്. പിന്നെ നിന്നാണ് പോയി ചാടത്തെണ്ടിയത് ചാടത്തെണ്ടിയിട്ടല്ല തോന്നിയത്. എനിക്ക് ഇവിടെ കണ്ടപ്പോ എന്താ പറയാ, പാവം പിടിച്ചൊരു കുട്ടി, ഒന്നും ആരും അറിയില്ല. എനിക്ക് പിന്നെ അറിയാലോ. പിന്നെ ഇവിടെ എന്നെ ഫസ്റ്റ് പറഞ്ഞത് ഇവിടെ എന്നെ കണ്ടപ്പോ ചേച്ചിയാന്ന് വിചാരിച്ചു. അതെ, ഞാൻ ചേച്ചിന്നാ വിളിച്ചതന്നെ. പിന്നെ അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ, സത്യമായിട്ടും ഞാൻ ഇവിടെ ചേച്ചിന്നാ വിളിച്ചത്. ശരിക്കും ഞങ്ങള് മാസത്തിന് മുമ്പ് ഞാൻ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല, ചേച്ചി ഇതിലൊരു മാർക്കുണ്ടോ? ഇതിലൊരു മാർക്കുണ്ട്. ഇതിൽ 1 മാർക്ക് കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾ 2 ഇംപ്രഷൻ എഴുതിയിരിക്കുന്നത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് എവിടെ വെച്ച് കണ്ടേനെ നമുക്കൊരു 0.5 മാർക്ക് കൊടുക്കാം. Why did you take admission at Sri Krishna School? സ്പോർട്സ് ഞാൻ സ്പോർട്സിന് തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്പോർട്സ് ആണ് മെയിൻ ആയിട്ട് ശ്രീകൃഷ്ണയ്ക്ക് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് കണ്ടുമുട്ടാനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാനും കാരണം. Who's getting married first? ടഫ് ക്വസ്റ്റ്യൻ ആണ്. ആരെ പറയട്ടെ, ഞാൻ തന്നെ ഞാൻ തന്നെ. അതെന്താണ് ഏതാണെന്ന് ചോദിക്കുന്നത്. വഴിയെ ഇവിടെ അറിയിക്കും. വയസ്സായി വരില്ലേ, കല്യാണമൊക്കെ കഴിക്കണ്ടേ. ആക്ച്വലി അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ ഫസ്റ്റ് കല്യാണം കഴിക്കുമെന്നാണ് വിചാരിച്ചത്. കാരണം എന്റെ ഫാമിലി അങ്ങനെയാണ്. നമ്മുടെ ഫ്രണ്ട്സിൽ കുറെ പേരുടെ കല്യാണം കഴിഞ്ഞിട്ടാ. അപ്പൊ ഇവരൊക്കെ എന്നോട് കല്യാണത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് കല്യാണം ഒന്നും വേണ്ട, ഞാൻ കിട്ടൂല. 28, 30. അപ്പൊ എല്ലാവരും എന്നോട് പറയാം 30-ക്കൊന്നും പോയിരുത്, അല്ലെങ്കിൽ പ്രായം കൊതിക്കുന്നുണ്ട്, അപ്പൊ സെക്കൻഡ് കിട്ടില്ല എന്നൊക്കെ പറയും. അപ്പൊ ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ ഫസ്റ്റ് മാരേജ് ചെയ്യാന്നാണ്. ഓക്കെ, If we had a fight, who would apologize first? ഞാൻ ഒരു സംഭവം എഴുതിയിരുന്നു. ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാണോ? ഞാൻ ഇല്ലെന്ന ഇട്ടേക്കുന്നത്. കാരണം അങ്ങനെ ഫൈറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്, പക്ഷെ തല്ലൂടാറുണ്ടെങ്കിൽ അതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മ വിളിച്ച് സംസാരിച്ചത് സോർട്ട് ഔട്ട് ആയി പോവും. ഞങ്ങള് ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കണ്ട, ഞങ്ങള് നല്ല രീതിക്ക് തല്ലൂടും. അത് ഫോൺ വിളിച്ചിട്ടൊക്കെയോ തല്ലൂടും. നേരിട്ട് തല്ലൂടിയിട്ടുണ്ടാവും? നേരിട്ടിട്ട് തല്ലൂടില്ല. അതെന്താന്ന് വെച്ചാൽ നമ്മൾക്ക് നേരിട്ട് തല്ലൂടാൻ തോന്നില്ല. പിന്നെ ഫോണിൽ തല്ലൂടുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൽ വെച്ചിട്ട് പരസ്പരം കാണില്ലല്ലോ, എന്ന് വിളിച്ച് പറയാലോ. അപ്പൊ നമ്മളിങ്ങനെ വിളിച്ചിട്ട് ഉദാഹരണത്തിന് എനിക്ക് ഇവളെ പേടിയായിട്ട് ഇവളെ പേടിപ്പിക്കുന്നു. ഇവിടെ അപ്പൊ വലിയ ആളോ, വലിയ ചേച്ചിയോ, ചേച്ചിണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ തല്ലൂടി കുറച്ച് ഫൈറ്റ് ചെയ്യുന്ന അങ്ങനെ ഫൈറ്റ് ഇല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് അവരവരുടെ ഒപ്പീനിയൻ സംഭവങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കോള് കട്ട് ചെയ്യുമ്പോ പിന്നെന്താ സുഖല്ലേ. പിന്നെ നമ്മള് അതെങ്ങനെയാണ് ആ ഒരു വഴക്ക് മാറി വീണ്ടും സ്നാറ്റിക്ക് വരണമെന്ന് നമുക്കറിയില്ല. അതെങ്ങനെയോ റെഡിയാവും. അതുകൊണ്ട് നമുക്ക് ആരാ ഫസ്റ്റ് പോയിട്ട് ഇതാക്കാന്നൊന്നും നമുക്കറിയില്ല അല്ലേ.
തല്ലുണ്ടോ ചോദിച്ചു തല്ലു ഇട്ടുണ്ട് റൊമാൻറ്റിക് ഉണ്ട് ലവ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട്. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെയാണ് എല്ലാവരും എക്സ്പീരിയൻസ് അറിയാം. പക്ഷെ അങ്ങനെ എല്ലാവർക്കും പക്ഷേ Tell me one funny incident about me that you can never forget. ഓക്കെ, എന്റെ പണിയല്ലേ എനിക്കറിയാം. ഞാൻ പറയട്ടെ, അത് അവൾക്ക് അറിയണ്ടാവും. ഞാൻ ഒട്ടുമിക്ക എല്ലാരോടും പറയണ സംഭവമാണ് അത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് 8ലും 9ലും ആൻസർ പറ. ഇതാണ് ഞാൻ പറയണ. ഇവള് ഈ ഫുഡ് കഴിച്ച കഴിയുന്നത് അവിടെ +2 ചേട്ടന്മാർ ആരെങ്കിലും ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടേക്ക് പോകും. അപ്പൊ ഇൻസിഡന്റ് ഞാൻ പറഞ്ഞുതരാട്ടോ. അപ്പൊ നമ്മള് 8ലോ 9ലോ 10ലോ ഒക്കെ നമ്മള് സ്റ്റേഷൻ സ്കൂളിലായിരുന്നല്ലോ. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാം. ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക തല്ലൂട്ടങ്ങളും ഉണ്ടാവുക, ഫൈറ്റ് ഒക്കെ ഉണ്ടാവുക ഉച്ച സമയത്താണ്. അപ്പൊ ഒരു എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9ാം ക്ലാസ്സിലാച്ചെങ്കിൽ നമ്മൾ മുകളിലാണ് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ നമ്മുടെ ജനാലയുടെ അത് കൂടെ നോക്കിയിട്ട് കൈ കഴുകുന്ന സ്ഥലം കാണും. അവിടെ +2കാരാ 10ാം ക്ലാസ്സുകാരൊക്കെ കൂടിയിട്ട് തല്ലൂട്ടാം. ഒരാള് ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുതിച്ചിട്ട് കൈയൊന്നും കഴിക്കണ്ടാവില്ല. കണ്ട ചെക്കന്മാര് അവിടെ തല്ലൂട്ട സ്ഥലത്ത് പോയിട്ട് തല്ലൂട്ടം കാണാൻ വേണ്ടിട്ട് ആ കൈ പിടിച്ച് പോകും. നമ്മളൊന്നും ഗേൾസ് ഒന്നും അങ്ങോട്ട് പോവില്ല. അപ്പൊ എന്തേലും ആയിക്കോട്ടെ വിചാരിക്കും. ഒരാള് കൈയും വെച്ചിട്ട് പോകും. അത് വരണം. ഇത് 10ലാണോ ഇത് വേറെ ഏതോ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മള് എന്താ പറയാ 10ല് ഉള്ള സമയത്ത് ഇതുപോലെ ഫുഡ് കഴിക്കാവും. അപ്പൊ 10ാം ക്ലാസ് ബാച്ചിൽ തന്നെ എന്തോ തല്ലൂട്ടം. മൂപ്പരാൾ ഈ അടി കാണാൻ വേണ്ടിട്ടേ ജനാലയൊക്കെ പൊത്തി പിടിച്ചിട്ട് കേറിട്ട് എനിക്ക് ചോക്കും അടിയൊക്കെ. ഞാൻ എന്ത് സന്തോഷാണ് കിട്ടണതാണ്. പിന്നെ മൂപ്പരാൾ കയ്യൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ എനിക്ക് നല്ല ഓർമ്മ. എനിക്കത് എപ്പോഴും ഫണ്ണിയായിട്ടുള്ള, കാരണം വേറെ ഗേൾസ് അങ്ങനെ ഞാൻ ചെയ്യാൻ കിട്ടില്ല. പിന്നെ വെച്ചിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കും, സ്പീഡിൽ തിരിച്ചു വരും. നമ്മള് കായം പാടിയിട്ട് തിരിച്ചിട്ടൊക്കെ പോയിട്ടൊക്കെ വരും. ഇതാണ് ഈ ഫൈറ്റിന്റെ സംഭവമാണ് ഫണ്ണി മൊമെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടാ. വേറെയും കുറെ സംഭവങ്ങളുണ്ട്, പക്ഷെ ഇത് പോരണം പറയാം. ഞാൻ ആ സെയിം സാധനം എഴുതിയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം കാണാൻ. തല്ലൂത്തലിന്റെ ഇടയില് അടിയത് കിട്ടണമെങ്കിലും കോമഡി അവിടെ നടക്കാറൊക്കെ ചെറിയ കാര്യത്തിനൊക്കെയാണേ. അപ്പൊ ഇതിനെയാണോ ഇവര് ഓരോന്ന് സംസാരിക്കില്ലേ, സംസാരത്തിൽ ഓരോന്നും ഇതൊക്കെ വരില്ലേ, അപ്പൊ വിളിരുന്ന് ചിരിക്കും. ഇവളുടെ ഒരു ഫണ്ണി ഇൻസിഡന്റ് അങ്ങനെ പറയില്ല. വീട്ടിലാരെങ്കിലും ഫോണിൽ വെച്ചാല് അപ്പോൾ പേടിക്കും. ഞാൻ ഇവിടെ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പൊ ആരെങ്കിലും ഒക്കെ ഒന്ന് ഫോണിൽ ബെല്ലടിക്കും എന്തെങ്കിലും ആവശ്യത്തിന്, അപ്പോൾ പേടിക്കും. പിന്നെ ഇവളുടെ ടെൻഷൻ എനിക്ക് ടെൻഷനാവും. What is my most annoying habit? സത്യം ഇത് കറക്റ്റ് അവൾക്ക് കൊടുക്കണേലോ. ഓക്കെ, നിന്റെ ഹാബിറ്റ് ചിലപ്പോ ഞാൻ എഴുതണ്ട. ഞാൻ ഇന്ത്യൻ പറയും, കാരണം ഉണ്ട് അവൾക്കാണ് ശരിക്കും എനിക്കെന്നെ ഇല്ല. നല്ല കുട്ടിയാണ്, അങ്ങനെ ഇരിക്കേറ്റ് സത്യം ഇല്ല നിനക്ക്. അപ്പൊ അതില്ല, എനിക്കില്ല സത്യം. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ തിരിക്കാം. അവൾക്ക് നോക്കാം, അവൾക്ക് കൊടുക്കും. അത് നീ എടുത്ത പോലെ അവളുടെ അത് ആക്ച്വലി അത് എന്റെ നോയിങ് അല്ല, അതെന്റെ ലവ് ലാംഗ്വേജ് ആണ്. നിങ്ങൾ ആദ്യം മനസ്സിലാവും. ഇത് അവളുടെ കൂട്ടാട്ട. ഞാൻ പറഞ്ഞെങ്കിൽ അവളുടെ നോയിങ് ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവള് വന്ന് കടിക്കും. ഈ കടിക്കാൻ വരുന്ന കണ്ടില്ലെങ്കിൽ എനിക്ക് അപ്പൊ ഞാൻ അങ്ങനെ കയ്യാക്കും. കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അത് അവൾക്ക് എന്നോട് ഇഷ്ടം കൊണ്ടാണ്. പക്ഷെ എനിക്കത് ഭയങ്കര കടിക്കുക, എനിക്ക് അങ്ങനെ വേദന എടുക്കൂല. അപ്പൊ എനിക്കത് നോയിങ് ആണ്. അങ്ങനെ ആയിട്ട് കൂട്ടാം. ആണോ? Okay. Do I handle serious situation well? സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുണ്ടോ ചോദിച്ചാ പണ്ടൊക്കെ നോക്കരുത്, ഇപ്പോഴത്തെ നോക്കിയാൽ മതി. ഇമ്പോർട്ടന്റ്. എന്ത് സീരിയസ് സിറ്റുവേഷൻ ആണ് ഇതുണ്ടല്ലോ, ഇത് യെസ് പോലെ എഴുതിയ പോലെ. സീരിയസ് സിറ്റുവേഷൻ വെച്ചാൽ എന്നെ ഫോക്കസ് ആക്കും. സീരിയസ് സിറ്റുവേഷൻ വെച്ചാൽ ഇപ്പൊ ഭയങ്കരമായിട്ട് അവള് ഹാൻഡിൽ ചെയ്യും. പക്ഷെ ഫണ്ണി ആയിട്ടുള്ളതൊക്കെ വെച്ചാൽ ഹാൻഡിൽ ചെയ്യില്ല, പൊട്ടത്തരം കാണിച്ചിട്ടുണ്ട് എന്നെ പോലെ. അത് നമ്മൾ രണ്ടാളാക്കിയാണ്. പക്ഷെ സീരിയസ് ആയിട്ടുള്ള ഇപ്പൊ അവൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു. സീരിയസ് സിറ്റുവേഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യാം. പണ്ടത്തെ സൂര്യ വെച്ചാൽ അടിച്ച് അങ്ങനെ അല്ലെ, നമുക്ക് ബോധമില്ലാത്ത പ്രായത്തിൽ നമുക്ക് കുറച്ച് ബോധം ചെയ്യണം.
എന്നാണ് വിചാരിക്കും. What is one memory you'll never forget with me? നമ്മൾ എന്നായിട്ടുള്ള മെമ്മറി നമ്മൾ ഒരു ഫണ്ണി ആയിട്ട് എടുക്കണം. പക്ഷെ അതൊന്നും പറയാൻ എനിക്കറിയില്ല. വേണ്ട. ഓക്കെ, ഞാനൊരു മെമ്മറി ചെയ്താ ഒന്നുമില്ല. ഭയങ്കര ഇത് നമുക്കൊരു 1 point കൊടുക്കാട്ടെ. എന്തായാലും ഉള്ള മെമ്മറി തന്നെയാണല്ലോ. അവള് ഒരെണ്ണം പറയട്ടെ. ഓക്കെ, എന്റെ മെമ്മറി ഫസ്റ്റ് മീറ്റ്. അതൊരു മെമ്മറിയാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ ഞാൻ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടാവും. +2 ഞങ്ങള് സ്പോർട്സിന് പോയി. അപ്പൊ നമ്മള് ചാലക്കുടിയിലാണ് സ്പോർട്സ് മീറ്റുള്ളത്. ഫസ്റ്റ് ഡേ നമ്മൾ സ്പോർട്സിന് പോയി, സെക്കൻഡ് ഡേ നമ്മൾ സ്പോർട്സ് മീറ്റിന് പോയി. ചാലക്കുടിയിലായിരുന്നു നമുക്ക് സ്പോർട്സ് ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് നമ്മൾ സ്പോർട്സ് മീറ്റിന് പോയില്ല. എന്തായാലും നമുക്കറിയാൻ കിട്ടൂല, കാരണം നാട്ടിലത്തെ പിള്ളേരുണ്ട്. ഫസ്റ്റ് ഡേ പോയി തന്നെ നമ്മളാകെ ശശിയൊന്നും കിട്ടുമൊന്നും ചെയ്യില്ല. സെക്കൻഡ് ഡേ നമ്മൾ അതിരപ്പള്ളി പോയി ഗായ്സ്. അന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് വണ്ടർല ട്രിപ്പ് ആയിരുന്നു. അപ്പൊ നമുക്ക് വണ്ടർല ട്രിപ്പ് പോകാൻ പറ്റാത്തതിന്റെ നല്ല വിഷമം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? എന്നെ വീട്ടില്ല, അതോടെ എനിക്ക് വിഷമം. പക്ഷെ ഇത് എന്റെ വീട്ടിലറിയായിരുന്നു. അത് എനിക്കറിയില്ല. എന്റെ വീട്ടിലറിയായിരുന്നു. അപ്പൊ കുഴപ്പമില്ലല്ലോ. പക്ഷെ കട്ട് ചെയ്യണം. ഇത് കാട്ടെ. അതിരപ്പള്ളി പോയി. What is one thing you want me to change? എന്റെ ചേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും കാര്യം ചേഞ്ച് ചെയ്യണ്ടേ? എനിക്ക് എന്റെ തന്നെ ചേഞ്ച് ചെയ്യേണ്ടത്. അതായത് നീ അവിടെ നിന്നോട് പറയുന്നു ഈ കുറച്ച് സംഭവം കൂടുതല. ഒന്ന് ആലോചിക്കൊണ്ടിരിക്കണം കേട്ടോ ഗൈസ്. ഞാൻ എന്താണ് ആലോചിക്കുന്നത്? ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ച് കൂടുതലും ഇപ്പോൾ കുറെ അനുഭവത്തിൽ പഠിച്ചെങ്കിലും ഈ കാര്യം എനിക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. എന്നാ ഞാനേ അങ്ങനെ പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരനെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യും ഞാൻ. ഇപ്പൊ പണ്ടത്തെ ഞാൻ എഴുതിക്കണ എനിക്ക് മാറ്റേണ്ടത് സ്പോട്ടിനിയസ് എടുത്തുചാട്ടം. എനിക്ക് കുറച്ച് എടുത്തുചാട്ടം കൂടുതലാണ് ഇപ്പോഴും. അതിനൊരു മാറ്റില്ല. പെട്ടെന്ന് ഞാൻ ഓക്കെ അത് ചെയ്യാം. ഞാൻ അങ്ങനെ ക്യാഷ് പോകുന്ന നോക്കണേ ഇല്ലേ. ഓക്കെ ചെയ്യാം, ഓക്കെ അങ്ങനെ. അല്ലാണ്ട് അത് നോക്കി കണ്ട്. പക്ഷെ നീ അങ്ങനെ നോക്കി കണ്ട് കുറെ ആലോചിച്ചിട്ട് ആരോടൊക്കെ ചോദിച്ചിട്ട് ചെയ്യും. പക്ഷെ ഞാൻ ചോദിക്കും, എന്നാലും എനിക്ക് ചെയ്യും. ഞാൻ ഇപ്പോഴും എടുത്തുചാട്ടൊക്കെ തന്നെയാണ്. പക്ഷെ ചിലത് നന്നാവും, ചിലത് ഒറ്റയാവും ഡിസിഷനൊക്കെ എടുക്കണം. പക്ഷെ ഞാൻ പെട്ടെന്ന് എടുക്കുന്ന ഡിസിഷൻ എടുക്കുന്ന ആളാണ്. ഇനി ലാസ്റ്റ് ആയിട്ടുള്ളത് What is my biggest fear, but in a funny way? ഏറ്റവും വലിയ പേടിയുള്ള സാധനം, അങ്ങനെ എന്തെങ്കിലും പേടിയുള്ളത് സാധനമല്ല, അത് സിറ്റുവേഷനാണ്. ഏറ്റവും പേടിയുള്ളത് നിനക്ക് അത് ഫണ്ണിലേ അത് ഇല്ല. ലാസ്റ്റ് 15-ാമത്തെ ഏത് ബുക്ക് എടുത്ത് ഏത് അവൾക്ക് മതിയായി. നീ പറ. ഞാൻ നോക്കുമ്പോ നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയങ്കര പേടിയാണ് അല്ലേ? ആരെങ്കിലൊക്കെ കൂടാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്കൊക്കെ നിൽക്കും. അതാണ് ഞാൻ മുന്നേത് ഉദാഹരണമാണ്. വീട്ടിലാരെങ്കിലും ഹോളിൽ അപ്പ ടെൻഷനാവുന്നു. എനിക്ക് പിന്നെ ഇരുട്ട് പേടിയാണ്. ഒറ്റയ്ക്കൊക്കെ എങ്ങോട്ടേലും പോവാൻ പേടിയാണ്. ഭയങ്കര പേടിയാണ്. ആരെങ്കിലൊക്കെ വേണം. അതാണ് ബിഗ്ഗസ്റ്റ് ഫിയർ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഇരുട്ടത്തിരിക്കാനും പിന്നെ എന്തെങ്കിലും സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിങ്ങനെ നോക്കിയിട്ട് അത് എന്താ അങ്ങനെ നല്ല ടെൻഷനാവും, നല്ല പേടി. അതാണ് എനിക്കിതുപോലെ. ഇവൾക്ക് പക്ഷെ ഇരുട്ടൊന്നും പേടില്ല കേട്ടാ. ഒറ്റയ്ക്കൊക്കെ പുറത്തേക്കൊക്കെ പോകും, രാത്രിയൊക്കെ പോകും അങ്ങനെ. പക്ഷെ എനിക്ക് പേടിയാണ്. ഞാൻ ചെയ്യുന്നത് തന്നെ ഒരു നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കഴിഞ്ഞു. നമുക്ക് മാർക്ക് നോക്കാം അല്ലേ? ഇതിനൊക്കെ നമുക്ക് 1 point ഉണ്ട് അല്ലേ? ഞാൻ ഇട്ടുണ്ടോ മാർക്ക്? 1, 2, 3. ഈ ലാസ്റ്റത്തിൽ എന്താ നീ എഴുതിയേക്കണത്? സ്നേക്ക് ഡോഗ് എന്നൊക്കെ എഴുതിയേക്കണത്.
അതുണ്ട്. അവളോട് ഞാൻ ചോദിച്ചു വല്ലതാണോ ഒരു സാധനങ്ങളാണോ? അതുണ്ട്. ഓക്കെ, വേറെ ഡോഗിന് നല്ല പേര്. എനിമൽ ലൈക്ക് സ്നേക്ക് ഡോഗ്. പക്ഷെ അവള് പറഞ്ഞത് കറക്റ്റ് ആണ്, ഇരുട്ട് പേരാണ്. അത് നോട്ടീസ് ചെയ്തിരിക്കണത് അവളാണല്ലോ. അപ്പൊ അവളല്ല, എല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ പേടിയാണ്, ഡോഗിനോ നല്ല പേടിയാണ്. ചെറുപ്പത്തിൽ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഈ ഡോഗിനെ കൊണ്ട്. അതിനുശേഷം എനിക്ക് വലിയ പട്ടികളൊക്കെ പേടിയാണ്, പക്ഷെ ചെറിയ പട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിലും നമുക്കൊരു 0.5 കൊടുക്കാം കേട്ടോ. അവൾ ചോദിച്ചതാണ് സാധനങ്ങളാണോ എന്നൊക്കെ. ഞാനെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവൾ അങ്ങനെ എനിമൽസിൻ്റെ പേര് എഴുതാഞ്ഞത്. പക്ഷെ എനിക്ക് ഇരുട്ട് പേടിയാന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരു 0.5 കൊടുക്കാം. അപ്പം ഞങ്ങൾ മാർക്ക് ആഡ് ചെയ്യാണ്. ഞങ്ങൾ ആഡ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് മാർക്ക് ആഡ് ചെയ്തപ്പോൾ 10 ആണ് കിട്ടിയത്. ഞങ്ങൾ 2 ക്വസ്റ്റ്യൻസിന് ഞങ്ങൾ 0.5 കൊടുത്തുകൊണ്ട് നമുക്ക് 10 കിട്ടി. അപ്പം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സിൽവർ മെഡലാണ്. പിന്നെയും നമ്മൾ കുറേ അധികം അറിയാനുണ്ട്. അപ്പോൾ സിൽവർ കിട്ടിയാൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.